നമസ്കാരം. ദ റിയാലിറ്റി ബൈ KB എന്ന നമ്മുടെ പുതിയ ചാനലിന് നിങ്ങൾ പ്രേക്ഷകർ തന്ന സപ്പോർട്ട് അതിഗംഭീരമായിരുന്നു. ഞാൻ ഒരുപാട് നന്ദിയാണ് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇനിയും തുടർന്നും ആ സപ്പോർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മൾ ഈ ചാനലിലിട്ട ആദ്യ കണ്ടന്റ് എന്ന് പറയുന്നത് പലർക്കും പലരെയും പലയിടത്തും പൊള്ളിച്ചു എന്ന് ഞങ്ങൾക്കതിന് ശേഷമാണ് മനസ്സിലായത്. കാരണം ഞങ്ങളുടെ ചാനലിലേക്ക് വന്ന കോളുകളുടെ ഒരു ബാഹുല്യവും അതിൻ്റെ ടോണും ഒക്കെ കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പലരെയും എവിടെയോ പീഡിപ്പിക്കുന്നു, എവിടെയോ കൊള്ളിക്കുന്നു. ഞങ്ങൾ ഈ ചാനലിലേക്ക് വിഷ്ണുമായ മഠാധിപതിയെ വിളിച്ചു വരുത്തിയതല്ല. അദ്ദേഹം ഞങ്ങളെ വെല്ലുവിളിച്ച് ഈ ചാനലിലേക്ക് വന്നതാണ്. ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു ഷോയെ വെല്ലുവിളിച്ച് ഈ ചാനലിലേക്ക് വന്നതാണ്. ഞാനതിലെ കണ്ടസ്റ്റൻറ്റും കൂടെ ആയതുകൊണ്ടാണ് അദ്ദേഹം മെയിനായിട്ട് വെല്ലുവിളിച്ചതെന്നാണ് എനിക്ക് തോന്നി. നമ്മളൊരു കൗതുകത്തിന് വിളിച്ചാണ് അദ്ദേഹത്തെ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ അദ്ദേഹത്തിനും ഇപ്പോൾ അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. ഞങ്ങൾക്ക് പോസിറ്റീവ് കമൻറ്റുകൾ ഒരുപാട് വന്നു, ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സ്നേഹം. പക്ഷെ അതോടൊപ്പം തന്നെ അതുക്കും മേലെയോ നെഗറ്റീവ് ആയിട്ടുള്ള വിളികളും ഭീഷണികളും ഞങ്ങൾ നേരിടുകയുണ്ടായി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മുടെ ഗസ്റ്റായി വന്ന മഠാധിപതിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളതുകൊണ്ട് നിങ്ങളതൊന്ന് കേട്ടു നോക്കുക. നമസ്കാരം. മട്ടുമ്മേൽ ദേവസ്ഥാനം മഠാധിപതിയായ സുജിത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് പറയേണ്ടി വന്നിരുന്നു. അതിനെ തുടർന്ന് ഒരുപാട് നല്ലത് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് കുറച്ച് ഭീഷണികളും കുറച്ച് ഫേക്കായിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കര രീതിയിൽ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് വരേണ്ടി വന്നു. നമ്മളത് ഒരുപാട് ശ്രദ്ധിക്കപ്പെടേണ്ടി വന്നായിരുന്നു. എങ്കിൽ പോലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ത് ഭീഷണി വന്നാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇറക്കണമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. ഇത് നിങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ഇതിനകത്ത്. അന്നേരം ഉടൻ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ചാനലിലേക്ക് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരുന്നതാണ്. നമ്മുടെ ഗസ്റ്റായിരുന്ന വിഷ്ണുമായ മഠാധിപതിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ കേട്ട് കഴിഞ്ഞു. ഇനി ദ റിയാലിറ്റി ബൈ KB എന്ന ടീമിന് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ ഉറപ്പായിട്ടും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പുറത്തു വിട്ടിരിക്കും. ഇനി എന്തെല്ലാം തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായാലും ഞങ്ങൾ അതിലെ കണ്ടന്റ് വെളിയിൽ വിട്ടിരിക്കും. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നുള്ളത്. കാരണം തെളിവുകൾ വെച്ചും വെല്ലുവിളിച്ചുമാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനലും ഞങ്ങളുടെ ടീമും ഇവിടെ ഉള്ളിടത്തോളം കാലം റിയാലിറ്റികൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ പേരിൽ ആരുടെയെങ്കിലും തലകൾ ഉരുളേണ്ടി വന്നാലും ഇല്ലെങ്കിലും